ഹലോ, ആദൂട്ടസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, ഇതൊരു മിനി വ്ളോഗാണ്. ആദൂട്ടനുമായിട്ട് ഞങ്ങളൊന്ന് ഹിൽ പാലസ് കാണാൻ പോയതാണ് കേട്ടോ. തൃപ്പൂണിത്തുറയുള്ള ഹിൽ പാലസിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യം നമ്മൾ ഉച്ച കഴിഞ്ഞാണ് കയറിയത്. അതുകൊണ്ട് ആദ്യം അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ആദൂട്ടൻ നടന്നത്. കാരണം വന്ന വഴിയിൽ അവിടെ പാർക്ക് കണ്ടു, അവിടെ കുറേ കുട്ടികളെയും കണ്ടു. കാരണം എത്രയും പെട്ടെന്ന് അകത്തുനിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാണ് ആദൂട്ടൻ്റെ നടപ്പ്. അകത്തധികം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം ആദൂട്ടൻ ഭയങ്കര അലമ്പായിരുന്നു. ആദൂട്ടൻ്റെ പാർക്കിൽ കയറാനുള്ള തിടുക്കത്തിലായിരുന്നു. ഞങ്ങളെപ്പോൾ വന്നാലും ഇവിടെ വരാറുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ആ സിനിമയാണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഞങ്ങൾ ശനിയാഴ്ച ദിവസമായിരുന്നു പോയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിരുന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ക്യാമറയിൽ ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കുളക്കടവിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെയൊക്കെ ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പാലസിൽ. ഒത്തിരി സാധനങ്ങളൊക്കെ നേരത്തെ ഇരുന്നിടത്തൊന്നും അല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എല്ലാം. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വെച്ച് അതിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഒരു കാപ്പി കുടിക്കാനായിട്ട് പോയി. ഇതിൽ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ദിനോസറുണ്ട്. ആദൂട്ടനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ആദൂട്ടനെ വിളിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വന്നില്ല, ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും വന്നില്ല. ആദൂട്ടൻ്റെ ആകെ മനസ്സില്ല പാർക്കിൽ എത്തുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് ഓടി കണ്ട് നടന്ന് പെട്ടെന്നൊന്ന് തിരിച്ചു പോന്നു. കുറേ നടന്നത് കാരണം ആളെ ശരിക്കും ക്ഷീണിച്ചായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞാൻ എടുത്തു. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ആ ഒരു സമയം പുള്ളീനെ ഒന്ന് ഇതാക്കിയെടുത്തു. അപ്പോഴും പാർക്കിൽ പോകാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ദിനോസറെ. ഇപ്പം എത്ര വർഷമായി ഇതിങ്ങനെ നിൽക്കുന്നു. പക്ഷെ അതും നല്ലവണ്ണം പേടിയാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. ഇതാണ്. പിന്നെ ഇവിടെ കുറച്ച് മാനുണ്ട്, കേഴയുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം അതുങ്ങളെയൊക്കെ നോക്കി നിന്ന് അതുങ്ങൾക്കൊക്കെ കുറച്ച് പുല്ലും പച്ചിലയൊക്കെ ഇട്ട് കൊടുത്തു. ഒരുപാടുണ്ടായിരുന്നു. നേരത്തേക്ക് ഇതിലും കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തോ കുറവാണ്. കുറേ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നവരായിരുന്നു കൂടുതലുമേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒത്തിരി വേറെ എന്തോ ഒരു പ്രത്യേക ജീവികളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇതിന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തു. കുഞ്ഞിലേ ഒന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിൽ പോയതല്ലാണ്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ മാനിനെയൊക്കെ ഒന്ന് കാണുന്നത്. പിന്നെ അവിടെ എല്ലായിടത്തും ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലും കയറിയില്ല. ഇവിടെ ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്ന് ചിരിച്ച് ആളൊന്ന് ശരിക്കും ഉഷാറായത്. ഇവിടെ കൊല്ലത്തുനിന്ന് അവിടുന്ന് വന്ന കുട്ടികളാവട്ടോ, സ്കൂളിൽ നിന്ന്. ഇവരായിരുന്നു അവിടെ ഭയങ്കര തകർത്ത ടീമുകൾ. നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേർ നല്ല പിള്ളേരായിരുന്നു. ഒത്തിരി നേരം അതിലൂടെ കളിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടോ. ഇവർ ശരിക്കും എൻജോയ് ചെയ്തു. അവരൊരു ബസ് നിറയെ പിള്ളേരും സാറന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയി. പിന്നെ പയ്യെ ആൾക്കാരെല്ലാം പോയി തുടങ്ങി. പിന്നെ നമ്മൾ 5 മണി വരെ നമുക്കവിടെ സമയമുള്ളൂ. 5 മണി കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങണം. പിന്നെ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ പാർക്കിൽ അധികം ആരില്ലായിരുന്നു. അത്യാവശ്യം നല്ല പാർക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയ പാർക്കാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു ദിവസം വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം പാലസ് കയറി കാണാം. കുട്ടികളെ ഒന്ന് എൻഗേജ്ഡ് ആക്കാം. കുട്ടികൾക്കൊരു സന്തോഷമാകും. പാർക്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ എല്ലാത്തിനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ പാർക്കൊക്കെ നല്ല പാർക്കാണ്. കുട്ടികളെ കൊണ്ട് വന്നിരിക്കാനും ഒരു ദിവസം നമുക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുട്ടി യാത്രയുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഇതുവരെ ഞങ്ങളുടെ ചാനൽ കാണാത്തവർ ഞങ്ങളുടെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആദ്യത്തിൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആദ്യത്തിൻ്റെ വീഡിയോസ് ഇനിയും കാണുക. ആദ്യത്തിൻ്റെ യാത്രകൾ എല്ലാം കണ്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.